സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ബഹുമാനമുള്ള ദൈവമക്കൾക്കും കത്തുദാസിമാർക്കും സഹോദരി സഹോദരന്മാർക്കും സന്ധ്യ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായി കർത്താവിന്റെ പാദപീഠത്തിൽ അരിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയിട്ടു. എല്ലാവർക്കും ആവശ്യത്തിന് ശബ്ദവും വീഡിയോ ഒക്കെ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഓക്കെ പാസ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ച ഇടത്തുനിന്ന് വീണ്ടും നമ്മുടെ പഠനം ആരംഭിക്കുകയാണ്. ഇസ്രായേലിനെ 3 ഭാഗങ്ങളായി തിരിച്ച് ടാക്സ് കേന്ദ്രങ്ങളാക്കി മാറ്റിയ ഭാഗം പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അതിന് ഇസ്രായേലും തന്നെ ഏതാണ്ട് ഒറ്റുകാരെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്താണ് ടാക്സ് കളക്ട് ചെയ്യാൻ ആക്കി വെച്ചതും എന്ന് ഞാൻ ഓർപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിനെ തുടർന്ന് ഇസ്രായേൽ ഉണ്ടായ ചില മാറ്റങ്ങൾ, കർത്താവിന്റെ ജനനത്തിന് തൊട്ടു മുൻപ് ചില നാളുകൾക്ക് മുമ്പ് നടന്ന ചില അപ്ഹീവൻസ്, മുന്നേറ്റങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. പ്രധാനപ്പെട്ട 9 കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ആ വിഷയത്തിൽ അറിഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് 9 കൂട്ടം കാര്യം ആദ്യം എന്ന് പറയാൻ കാരണം നോട്ട്സ് എഴുതുന്നവർക്ക് അത് സഹായമായി തീരും എന്നുള്ളത് കൊണ്ട്, തുറന്ന് പഠിക്കാൻ കുറെ കൂടെ എളുപ്പമായതുകൊണ്ട് ഞാൻ ആ 9 അപ്ഹീവൻസും മുന്നേറ്റങ്ങളും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞു വിടുന്നു. വിശദീകരണം ഞാൻ പിന്നാലെ തന്നോളാം. നമ്പർ 1, പ്രീസ്റ്റ്ലി അപ്ഹീവൻസ് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ മുന്നേറ്റം. ഒന്നാമത്തെ വിഷയം അതാണ്, പൗരോഹിത്യ മുന്നേറ്റം. അല്ലെങ്കിൽ പൗരോഹിത്യം പല മേഖലകളിലും പിടിമുറുക്കുന്നു. ഞാൻ പിന്നാലെ വിശദീകരിക്കാം. പോയിന്റ് എഴുന്നൂർക്കുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടു മാത്രം. രണ്ടാമത്തെ കാര്യമാണ് സിനഗോഗുകൾ. എഴുന്നൂർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. സിനഗോഗ് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നു. അവിടുത്തെ മറ്റു കാര്യങ്ങൾ ഞാനിന്ന് വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യമാണ് സിനഗോഗുകൾ. 3, ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, പഴയ നിയമത്തിൽ നമ്മൾ കാണാത്തതും നമ്മൾ വായിച്ചിട്ടില്ലാത്തതുമായ ഒരുപാട് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ ഇവരാരാണ്, എങ്ങനെ ഇവിടെ വന്നു എന്നറിയാതെ ഒരു കാരണവശാലും പുതിയ നിയമത്തിന്റെ ഒരു കാര്യവും നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ദയവായി ഒരു കാരണവശാലും വിശേഷാൽ പുതിയ നിയമം പൊരുളിതിരിക്കാൻ ശ്രമിക്കരുത് എന്നുകൂടെ ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമ പഠനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ നിലയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇത് അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രമേ കർത്താവിനോടൊപ്പം സഞ്ചരിക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. അപ്പോൾ 3ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു സിനഗോഗുകൾ. 1 പൗരോഹിത്യ മുന്നേറ്റമായിരുന്നെങ്കിൽ 2 സിനഗോഗുകളുടെ വ്യാപനം, അതിന്റെ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായി. 3ാമത്തേതാണ് ഫാരസീസ്, പരീശന്മാർ അഥവാ ഫാരസീസ്. അവരാരാകുന്നു എന്താകുന്നുള്ളത് ഞാൻ പറയാം. ഞാനിപ്പോൾ പോയിന്റ് ഇല്ലെങ്കിൽ പറഞ്ഞു വിടുക. 1 പ്രീസ്റ്റ്ലി അപ്ഹീവൻസ്, പൗരോഹിത്യം. 2 സിനഗോഗുകൾ. 3 പരീശന്മാർ. 4 സദൂക്യൻസ് ആണ് 4ാമത്തെ കൂട്ടം. അവരാരാ നമുക്ക് അറിയണ്ടേ? സദൂക്യർ. 5ാമത്തെ കൂട്ടരാണ് സ്ക്രൈബ്സ് അഥവാ ശാസ്ത്രിമാർ. 5ാമത്തെ കൂട്ടരാണ് ശാസ്ത്രിമാർ. 6 എസനീസ്. 6ാമത്തെ കൂട്ടരാണ് എസനീസ്. അതങ്ങനെ തന്നെ എഴുതിക്കോ, എസനീസ് തന്നെ എഴുതിക്കോ. അതെന്താന്ന് ഞാൻ വിവരിക്കുമെന്ന് മനസ്സിലാവും. 6ാമത്തെ കൂട്ടരാണ് എസനീസ്. 7 സൻഹെദ്രി സംഘമാണ് 7ാമത്തെ കൂട്ടം. 8 ഹെറോദ്യൻസ്. അങ്ങനെ ഒരു കൂട്ടർ തന്നെ ഉണ്ടായിരുന്നു. 9 സെലസ് അഥവാ എരിവുകാർ.
സെലസ്. സീലസ് എന്ന് ചിലർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അങ്ങനെ വല്ല ആക്കാൻ പോകും. ZEALOUS. ZEALOUS. എസ് അല്ല, Z ആണ്. ZEALOUS. സെലസ് അഥവാ മലയാളത്തിൽ എരിവുകാർ. എരിവുകാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എരിവും പുള്ളിയായിട്ട് നടക്കുന്നവരെന്നല്ല, ആ വിഷയത്തിലുള്ള ആ തീവ്ര. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് വേണ്ടി എരിവോടെ എന്തിന് ചാകാൻ തയ്യാറായിട്ടില്ല DYFI പിള്ളേരിറക്കുന്നത് കണ്ടോ? അദ്ദേഹത്തിന് എരിവോടെ നിൽക്കുക, ചാകാൻ റെഡിയാ നിൽക്കുക. അങ്ങനെയുള്ള ഗ്രൂപ്പ് DYFIക്കാരൻ എഴുതി വെക്കരുത്, അതുപോലാണെന്നാ ഞാൻ പറയുന്നത്. ഓക്കെ, എരിവുകാർ. 10ാമത്തെ കൂട്ടരാണ് ദ കോമൺ പീപ്പിൾ, സാമാന്യജൻ. ദ കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞ, അന്നത്തെ കാര്യമാണ്. അന്നത്തെ കാലത്ത് അവിടെ ചെന്ന് അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇവരാരൊക്കെ എന്തൊക്കെ അറിയാനായിട്ട്. ഞാൻ അത് വിവരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഏതൊരു സന്ദർഭത്തിൽ പറഞ്ഞു, എബ്രായ ആ ഭാഷ മുൻപ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഏൻഷ്യൻ ഹീബ്രു മോഡേൺ ഹീബ്രു തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആദ്യ ലിപികൾ ഉണ്ടാകുന്നതിന് മുൻപ് ഒരു പദം അല്ലെങ്കിൽ ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന്, പറയുന്നതിന്, അല്ലെങ്കിൽ പറയുന്നതിനല്ല, എഴുതുന്നതിന് പ്രത്യേകിച്ച് ചിത്രലിപികളായിരുന്നു ഉണ്ടായിരുന്നത്. ചിത്രലിപികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പിക്ചേഴ്സ് ആയിരിക്കും അക്ഷരത്തിന് പകരമായി ഉപയോഗിക്കുക. അവിടെ നിന്നാണ് പിന്നീട് ഏൻഷ്യൻ ഹീബ്രു ലെറ്റേഴ്സ് ഉണ്ടാകുന്നതും പിന്നീട് അത് മോഡേൺ ഹീബ്രുവിലേക്കൊക്കെ വന്നതും ഒക്കെ അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, എത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചാൽ തിരിച്ചറിയാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിഞ്ഞു. ഞാൻ പരമാവധി ക്യാമറയോട് ചേർത്ത് ഒന്ന് പിടിച്ച് നോക്കാം, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. കണ്ടോ, ആദ്യത്തെ അക്ഷരം നോക്കിയേ, അലഫ്. അലഫ് എന്ന അക്ഷരം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ചിത്രലിപി കൊണ്ട് ഒരു കാളയുടെ തല പോലെ, കണ്ടോ? കണ്ടെന്ന് വിശ്വസിക്കും. ഹെയ് എന്ന അക്ഷരം നിങ്ങൾ കണ്ടോ? എനിക്ക് ഇവിടെ നോക്കിയിട്ട് കാണത്തില്ല, ഞാൻ അതുകൊണ്ട് അങ്ങനെ നോക്കിയത്. ആ ഇതണ്ടേ, ഈ ഹെയ് എന്ന അക്ഷരത്തിന്റെ ചിത്രലിപി എങ്ങനെയാ നിങ്ങൾ നോക്കിയേ. ഇത് കണ്ടോ, ഒരു മനുഷ്യൻ 2 കൈ ഉയർത്തി പിടിക്കുന്നതല്ലേ, കണ്ടോ നിങ്ങളത്? അതായിരുന്നു അതിന്റെ ലിപി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എല്ലാ ലെറ്ററും ഒന്ന് കണ്ട് അങ്ങ് പോവുക. പിന്നീട് നമുക്ക് അക്ഷരങ്ങളുടെ ഡീറ്റെയിൽസും ആ ഭാഷയുടെ പ്രത്യേകതയൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇപ്പം ഹീബ്രു പഠിക്കാൻ വേണ്ടി അല്ലോ ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളത് കാണിക്കാമെന്ന് പറഞ്ഞു പോയതുകൊണ്ട് മാത്രം ഈ അക്ഷരത്തിന്റെ എല്ലാം നേരെ ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ നമ്മൾ പറയല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അയ്യോ ഞാൻ തിരിച്ചപ്പെടുത്തി നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റാതെ ഇതുണ്ടോ, ലോർഡ്സ് പ്രയർ, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാർത്ഥന. കർത്താവിന്റെ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലേ, ഞങ്ങളുടെ നാം വിശുദ്ധമാക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ, അതാണിത്. നമുക്ക് പിന്നീട് എപ്പോഴേലും സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ, സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പറ്റിയാൽ ഈ പ്രാർത്ഥനയൊന്നും ആ ഹീബ്രു ഭാഷ തന്നെ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇനി അത് സാധ്യമായില്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പഠിച്ചുവിടാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിക്കാമെന്നൊന്ന് പറഞ്ഞത് ഒരു ഓർമ്മയിൽ ഇരുന്നത് കൊണ്ട് കാണിച്ചതല്ലുള്ളൂ. നമ്മളിപ്പം അതിന്റെ പുറകെ പോയാൽ ക്ലാസ് അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ക്ലാസ് അവിടെ ബ്ലോക്ക് ആകും എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ലെറ്റേഴ്സ് ഒന്ന് കാണിച്ചു വിട്ടു എന്നേ ഉള്ളൂ. അപ്പം ഹെയ് എന്ന അക്ഷരം അറിയാൻ ഒരാളെ ഞാൻ 2 കൈ ഉയർത്തി പിടിക്കുന്ന ചിത്രം, അതിനകത്ത് നിന്നാണല്ലോ ഹല്ലേലൂയ ഉണ്ടായത്. ആ അക്ഷരം ചേർന്നാണല്ലോ അല്ലേ. അപ്പൊ കൈ പൊക്കി അത് പറയണ്ടെന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? കണ്ടോ?
അക്ഷരത്തിന്റെ മീനിങ് ഭയങ്കരവാ. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഡീപ്പ്. ഓക്കെ, ഞാനിപ്പോ അത് പറഞ്ഞു പോകുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞാലേ കൈ പൊക്കുള്ളൂ. പറഞ്ഞാൽ തന്നെ പൊക്കുന്നില്ല. പിന്നെ പൊക്കി നിന്ന് വരുത്തി ഇങ്ങനെ ഒന്ന് ഇന്നോട് നിന്ന് ചിലരൊക്കെ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചാൽ കല്ല് വീടും. എങ്ങനെയല്ലോ ആട്ടെ, ഞാനിപ്പോ അത് പറഞ്ഞു പോയി നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ കിടക്കുമല്ലോ. നോക്കൂ, ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഇസ്രായേലിൽ ഉണ്ടായ ത്വരിതഗതിയിൽ നടന്ന ചില മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ. അത് നമ്പർ 1 ഞാൻ പറയാൻ പോവുകയാണേ. ഒന്നാമത്തെ വിഷയം പ്രീസ്ലി അപ്ഹീവനാണ്. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ മുന്നേറ്റം. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ കുറെ ക്ലാസ്സിൽ കുറെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോയത്. പലരും വിചാരിച്ചാണ് സമയം കളയാൻ വേണ്ടിയിട്ട് BC പറയുന്നു, AD പറയുന്നു, പിന്നെ ദാര്യാവേശ് എന്ന് പറയുന്നു, ബേൽഷസർ എന്ന് പറയുന്നു, നെബൂഖദ്നേസർ എന്നൊക്കെ പറയും. ഇതെല്ലാം ഓർത്തിരുന്നിട്ട് എന്നാ കിട്ടാനാ എന്നൊക്കെ ചിന്തിച്ച് കാണും. അങ്ങനെ ചിന്തിച്ചവർക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന വല്ലതും പിടി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. പഴയ നിയമം അവസാനിക്കുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യമാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമം അവസാനിക്കുമ്പോൾ ഞാനത് വളരെ കൃത്യമായി ആ 10 പോയിന്റ് പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കാരണവശാലും പുറകോട്ട് അത് പറയാണ്ട് പോവുകയില്ല. നിങ്ങൾ ഓർമ്മയിൽ അത് ഉണ്ടാകണം. ഇല്ലാത്തവർ നമ്മുടെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് ആ പോയിന്റിലേക്ക് വരണം. ഒരു കാരണവശാലും പുറകോട്ട് വന്ന് നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുകയും. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യമാണ് പഴയ നിയമം അവസാനിക്കുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നെഹമ്യാ വന്ന് മതിൽ പണിത കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും അത് തിരിച്ചെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മുന്നോട്ട് നീങ്ങുന്നു. പേർഷ്യൻ സാമ്രാജ്യം ഇസ്രായേലിനെ ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് ഒരു കാര്യം കൂടെ ചെയ്തു. അത് വേറൊന്നല്ല, ഈ പുരോഹിതന്മാർക്ക് ഭരണനിർവഹണം നടത്താനുള്ള അധികാരം പുരോഹിതന്മാർക്ക് കൈമാറ്റം ചെയ്തു. കണ്ടോ? പുരോഹിതന്മാരെ അവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പേർഷ്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇസ്രായേലുള്ള പുരോഹിതന്മാർക്ക് അവകാശം കൊടുത്തു. എന്റെ പൊന്നോ, തീർന്നില്ലേ? ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുഷ്ടന്മാരായ 2 മഹാപുരോഹിതന്മാരായിരുന്നു ഹന്നാസും തന്റെ മരുമോനായ കയ്യഫാവും. സ്വോത്രം. ഇവന്മാർ രണ്ടും കൂടെ ചെയ്യാത്ത പരിപാടി. അമ്മായപ്പനും മരുമോനും കൂടെ ചേർന്ന് പൗരോഹിത്യ അധികാരം കൂടാതെ ഭരണം നടത്താനുള്ള അധികാരം കൂടെ കിട്ടിയപ്പോഴത്തേക്കിനും തീർന്നു. പ്രീസ്ലിഹുഡ് മുഴുവൻ കറപ്റ്റഡായി. കാരണം മുൻപ് മതപരമായ കാര്യങ്ങൾ മാത്രമാണ് അധികാരം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള പവർ കൂടെ ആരുടെ വന്നു ചേർന്നു? പുരോഹിതന്മാരുടെ കയ്യിൽ വന്നു. നിങ്ങളതൊന്നും മറക്കരുത്, മറക്കുകയും ചെയ്യരുത്. ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവുകയും വേണം. എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവൂ. ഇല്ല എന്നുള്ള ഒരുപാട് നമുക്ക് പ്രശ്നം ഉണ്ടാകും. പുരോഹിതനല്ലേ, മഹാപുരല്ലേ, ആത്മീയനല്ലേ, തൊട്ടാ അന്നേരം അന്യഭാഷയല്ലേ, ആത്മാവിൽ നിറയല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുസ്തകം പഠിക്കാൻ ഒക്കാതെ വരും. അപ്പൊ അവന്മാർ ഒറിജിനൽ കളർ എന്താണെന്ന് അറിയണം. ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ അല്ല, ക്യാരക്ടർ. കണ്ടോ? പൊളിറ്റിക്കലായുള്ള പവറും കിട്ടി, റിലീജിയസ് പവറും പുരോഹിതന്മാരുടെ കയ്യിൽ വന്നു. ഭരണം നടത്തുക എന്ന് പറഞ്ഞ ഇവരുടെ മെയിൻ പരിപാടി എന്തറിയാമോ? ടാക്സ് പിരിക്കുക എന്നുള്ളതാ, ചുങ്കം പിരിക്കുക എന്നുള്ളതാ. അപ്പൊ റോമാക്കാർക്ക് കൊണ്ട് കാശ് കൊടുത്താൽ ഇവർ ആരെയും പുരോഹിതന്മാരാക്കും. അങ്ങനത്തെ ഒരു സ്ഥിതി കൂടെ വന്നു. അതൊക്കെ ഒരുപാട് പഠിക്കണം. ഞാൻ അതിപ്പോ ചുരുക്കി പറയുന്നു. ബാക്കി നമ്മുടെ സുവിശേഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് അത് പറഞ്ഞു വിട്ടോളാം. അപ്പൊ നോക്കൂ, ഇവിടെ ഇപ്പൊ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണം നടത്തുന്ന പറഞ്ഞ ഇവന്മാരാകെ കൂടെ ചെയ്യുന്ന ഭരണമെന്ന് പറഞ്ഞാൽ ടാക്സ് പിരിക്കുക എന്ന് പറഞ്ഞാൽ 100 രൂപ റോമ ഗവൺമെന്റിന് വേണ്ടി ഇവരെന്ത് ചെയ്യും? ടാക്സ് എടുക്കും. 100 രൂപ മേടിക്കും. 80 രൂപ ഇവന്മാരെടുക്കും. 20 രൂപ റോമ ഗവൺമെന്റിന് കൊടുക്കും. അതാണ് ഇവന്മാരുടെ പണി. മനസ്സിലായോ? ഈ പുരോഹിതന്മാരുടെ, അന്നത്തെ മഹാപുരോഹിതന്മാരുടെ
രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നീടാണ് അവരാൾക്കാരെ ആക്കി വെക്കാൻ തുടങ്ങി. ഈ പുരോഹിതന്മാർക്ക് നേരിട്ട് പോയി പിടിക്കാൻ പറ്റാഞ്ഞിട്ട് പുരോഹിതന്മാരുടെ കീഴിൽ പിന്നെ വേറെ കുറെ ആൾക്കാരെ ആക്കി വെച്ചു. അപ്പൊ അവന്മാര് 120 മേടിക്കും. മനസ്സിലായോ? ആകെ 20 കൊടുക്കേണ്ടതായിട്ടുള്ളൂ, അതിന് 120 മേടിക്കും. 80 പുരോഹിതന് മഹാപുരോഹിതന് കൊടുക്കും, 20 അപ്പുറത്ത് കൊടുക്കും, 20 ഇവന്മാരും അമുക്കും. എന്തുകൊണ്ടാ ചുങ്കക്കാരെ ജനം വെറുപ്പോടും അറപ്പോടും കണ്ടെന്ന് പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനായ ഒരുവൻ തന്നെ, യഹൂദനായ ഒരുത്തൻ തന്നെ റോമ ഗവൺമെന്റിന് വേണ്ടി സ്വന്തം ജനത്തെ പിഴിഞ്ഞ് കാശ് മേടിക്കുക. സക്കായിയും മത്തായി ഒക്കെ ആ കൂട്ടത്തിലായിരുന്നു. കണ്ടോ? കർത്താവ് ഒന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോഴേ പൊക്കമില്ലെങ്കിൽ ഉള്ള പൊക്കത്തിൽ വരിഞ്ഞു നിന്നാണേലും ഉണ്ടായിരുന്നൊക്കെ എടുത്ത് ചേച്ചി പറഞ്ഞു, ഞാൻ അധികം വാങ്ങിച്ചിട്ടുണ്ട്, 4 ഇരട്ടി ഞാൻ കൊടുത്തോളാം തോന്നുന്നു. ഇപ്പൊ 4 ഇരട്ടി എന്നുള്ള കണക്ക് പിടികിട്ടി. ചുമ്മാ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലേ? സ്വോത്രം. വാങ്ങിച്ചതിന്റെ 4 ഇരട്ടി കൊടുത്തേക്കാന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇപ്പൊ പിടികിട്ടിയത്? 20 കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ, 80 അഡീഷണൽ മേടിച്ചു. അല്ലേ? നിങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ടുള്ളവരല്ലേ? 4 ഗുണം 8, സോറി 2, 8 ഉത്തരം കിട്ടുമല്ലോ. അപ്പോൾ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ മറ്റു ഭയങ്കര നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുവോ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അത് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആവകരപാടൊന്നുമില്ല. ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ജനത്തെ പിഴിഞ്ഞ് കാശ് മേടിക്കുക എന്നുള്ളതാണ്. ഇന്നും എവിടെങ്ങാണ്ടൊക്കെ അതുപോലെ കാണുന്നു എനിക്കും തോന്നുന്നു. എവിടാന്ന് എനിക്കറിയത്തില്ല. ജനത്തെ പിഴിഞ്ഞ് മേടിക്കുന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടാത്തത് എവിടെയൊക്കെയോ ഉണ്ട്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞു അതിന്റെ പേർക്ക് ഞാൻ ഉണ്ടാക്കണ്ടില്ല. ഞാൻ എവിടെയാണെന്ന് പറഞ്ഞു. ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറഞ്ഞെന്ന് പറയരുത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പണി ഇത്. പിന്നെ അതിനേക്കാൾ മഹാപുരന്മാരുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞറിയോ, ഇതുപോലെ ഇറച്ചി തിന്നിട്ടും കൊതി തീരാത്തൊരു വർഗം. ആലയത്തിൽ വഴിപാടിന് വരുന്ന മൃഗത്തിന്റെ നല്ലൊരു ഭാഗം ആർക്കാ? പുരുതന്മകളെ. ഇത് ചുട്ടുതിന്ന് എത്ര ഇറച്ചി തിന്നാലും കൊതി തീരാത്തൊരു വർഗം. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അപ്പൊ അതിന് വേറെ കാര്യങ്ങളുണ്ട്. ഇമാരാരും ചെയ്ത് വേറൊരു വിളച്ചിലും വിക്രമം കൂടെ നിങ്ങൾ അറിയണേ. നാടൻ ഭാഷ, അടുക്കള ഭാഷ ഞാൻ ഉപയോഗിക്കുക. ഒരു ക്ലാസ്സിലോ പ്രസംഗത്തിലൊന്നും ഇങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതെനിക്കറിയാം. എങ്കിലും കുറച്ചുകൂടെ അതിന്റെ എന്താ പറയാ ആ വൾഗർനെസ് ഒന്ന് പിടികിട്ടാൻ വേണ്ടി, വൾഗാരിറ്റി ഒന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചത്. എന്താ സംഭവം എന്നറിയാമോ? ഈ യെരൂശലേം ദേവാലയത്തിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്ത് ഗലീലയിൽ ഏറിയ പ്രോപ്പർ ഗലീലല്ല, കുറച്ച് അപ്പുറത്തോട്ട് മാറിയാൽ ഇവർക്ക് ഇവരുടേതായ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അന്നാസിനും കയ്യപ്പാവിനും. ആ ഗ്രൗണ്ട് ചുമ്മാ ഇട്ടിരിക്കുന്നതല്ല. ആ ഗ്രൗണ്ടിൽ ഗലീലയിൽ അന്നാസിനും കയ്യപ്പാവിനും ഭയങ്കര ആട് ഫാം ഉണ്ട്. ആട് ഫാം ഉണ്ട്. ഇത് പറയാ അന്നാസിന്റെ കയ്യപ്പാവിന്റെ അമ്മായിപ്പന്റെ മരുമോനും ആയിരക്കണക്കിന് ആടുകൾ അതിനകത്ത്. ആടിനെ വളർത്തുന്ന ഒരു ഫാം. എന്നിട്ട് ഇവര് ചെയ്തൊരു കാര്യം അറിയാമോ? ഈ പെരുന്നാളും ഉത്സവമൊക്കെ വരുന്ന സമയത്ത് അവിടുന്ന് ആടുകളെ കൊണ്ടും ഈ യെരൂശലേമിന്റെ തൊട്ടടുത്ത് 5 കിലോമീറ്റർ അടുത്ത് എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയത്തിലേക്ക് വരുന്ന വഴിയുടെ റോഡ് സൈഡിൽ തന്നെ ഇവർക്കൊരു പ്രത്യേക ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ഈ ആടിനെല്ലാം കൊണ്ടിട്ടേക്കുക. ഗലീലയിൽ കൊണ്ടിരുന്ന ഇതിനെ കൊണ്ട് ഇവിടെ പാർപ്പിച്ചേക്കുക. എന്നിട്ട് അത് നോക്കാൻ കുറെ കാവൽക്കാരെയും ഇടയന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മാരായ തീറ്റയും വെള്ളവും കൊടുക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് വഴിപാട് കഴിക്കാൻ ദേവാലയത്തിൽ ആരെയും കൊണ്ട് ചെല്ലുമ്പോൾ ഈ പുരോഹിതന് നോക്കി വെച്ച് പറയും, ഈ ആട് കൊള്ളത്തില്ല കേട്ടോ, ഊനമുണ്ട്. പുരോഹിതന് ഊനം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് നോ അപ്പീൽ, നോ ക്വസ്റ്റ്യൻ, തിരിച്ചൊരു ചോദ്യമില്ല. ഈ ആട് പറ്റില്ല, വേറെ ആടിനെ കൊണ്ടുപോവാ എന്ന് പറയും. എന്താ സംഭവം എന്നറിയോ? ഇവന്മാരുടെ ആട് അപ്പുറത്ത് കിടപ്പില്ലേ? ആൾക്കാർ വീട്ടിൽ നിന്ന് കാര്യമായിട്ട് കൊണ്ടുവന്ന ആടിനെ ആലയത്തിൽ വഴിപാടിന് അർപ്പിക്കുമ്പോൾ ഇവര് പറയുന്നത് ഈ ആട് കൊള്ളത്തില്ല, ഇതിന് പ്രശ്നമുണ്ട്, ചെറി പൊട്ടിയിട്ടുണ്ട്, രോമം കൊഴിഞ്ഞിട്ടുണ്ട്, ഊനം ഉണ്ടെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഇവന്മാർക്ക് അടിക്കണം അതിനെ.
എന്നിട്ട് വേറെ ആടിനെ വാങ്ങിച്ചോളാൻ പറയും. അന്നേരം വാങ്ങിക്കും. തിരുവായ്ക്ക് എതിർവായി എന്ന് പറയുന്ന പോലെ അന്നേരം പോയി ഇവന്മാരെ ആരുടെ വളർത്തുന്ന ഏറിയില്ലേ, അതിങ്ങനെ വഴിനീളത്തിന്റെ കച്ചവടക്കാരിയ്ക്കുക, ഇവന്മാരാക്കി വെച്ചത് തന്നെയാ. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണേ. ഈ കച്ചവടക്കാരെല്ലാം കർത്താവ് തല്ലിയിറക്കിയ കാര്യം പറയുമ്പോൾ ഇത് വല്ല മനസ്സിലുണ്ടായാലും ഇത് എന്തുകൊണ്ടാണ് പിടികിട്ടു. നമ്മൾ വിചാരിക്കുക കർത്താവ് അവിടെ കയറി ആറിനെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പള്ളി വന്നെങ്കിൽ പള്ളി വന്നിട്ട് പോയാൽ പോരെ, പ്രത്യേകിക്കാൻ സമയം കിട്ടണേ പ്രത്യേകിച്ച് പോയാൽ പോരെ. ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം ആ ഏറിയയിൽ വരുമ്പോൾ ഞാൻ അത് വ്യാഖ്യാനിക്കാല്ല, നിങ്ങൾ കണക്ട് ചെയ്തോ. അപ്പൊ അതിനുള്ള വഴിമരുന്നെല്ലാം ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരിക. ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഇന്നോവേറ്റീബിൾ ആയി വേണ്ടി വരേണ്ട സംഭവങ്ങളാണ്, മറക്കരുതേ. കണ്ടോ? അപ്പൊ വരുമാനം ഉണ്ടാക്കാനും ഇറച്ചി തിന്നാനും ആളുകൾ കഷ്ടപ്പെട്ട് ഓമനിച്ചു കൊണ്ടിരുന്ന ആടിനെ ഒന്നും വേണ്ട, ഊനമുള്ളെന്ന് പറഞ്ഞ് മാറ്റി വിട്ടിട്ട് അവന്മാര് തന്നെ കച്ചവടം നടത്തുന്നിടത്ത് നിങ്ങൾ ആലോചിച്ചു മതി വിലയൊക്കെ ഏത് രൂപത്തിലായിരിക്കുന്നു. ഇത് നിങ്ങൾ എത്ര വിലയാണെന്ന് പറഞ്ഞാലും വാങ്ങിക്കും. കാരണം ഈ ആടിനെ എവിടെ കൊണ്ടുവന്ന് വഴിപാട് കഴിച്ച ആലയത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ വെള്ളി കൊടുത്ത് എല്ലാ വർഷവും വീണ്ടെടുപ്പ് ഉറപ്പാക്കണം, അല്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും. എല്ലാം മനസ്സിലായോ? അതങ്ങനെ ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും. ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യത്തെ ഒന്നാമത്തെ ക്ലാസ്സിലാണ് രണ്ടാമത്തെ ക്ലാസ്സിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യഹൂദന്മാരെ 4 കാറ്റഗറി ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്, പിന്നെ ആരാ, ഹീബ്രു ഓഫ് ഹീബ്രൂസ്, ഡയസ്പെര ജ്യൂസ്, ഹെലനിക് ജ്യൂസ് എന്നിങ്ങനെ 4 കാറ്റഗറിയിലാണ് യഹൂദന്മാരുള്ളത്. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പോൾ അവരുടെ കാറ്റഗറി വിഭജിച്ചപ്പോ ഞാൻ പറഞ്ഞാന്ന് ചിതറിപ്പോയവരൊക്കെ ദേശത്ത് മടങ്ങി വരുന്നു, പ്രത്യേകിച്ചും പെരുന്നാൾ സമയത്ത് മടങ്ങി വരുന്നതും അവിടെ പൗരത്വം ഉറപ്പാക്കാൻ വഴിപാട് യാഗം നടത്തി ആലയത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടെടുപ്പ് ഉറപ്പാക്കി പൗരത്വം ഉറപ്പിച്ചേ അവർ പോകത്തുള്ളൂ. അതെല്ലാ വർഷവും ചെയ്യണം. അവരുടെ പൗരത്വം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നിർബന്ധമായും ചെയ്തിരിക്കണം. ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഈ വരുന്നവർ പുരോഹിതൻ പറയുക ആ ആട് കൊള്ളുക എന്ന് പറഞ്ഞാൽ അന്നേരം വിടുക. അതിനെ കൊള്ളാവുന്ന ആടിനാണ്ട് അപ്പുറത്ത് നിപ്പോട്ട് പോയി മേടിച്ചോണ്ട് വരാൻ പറയും. അവന്മാർ എത്ര ചോദിച്ചാലും ഒരു ബാർഗൈനും ചെയ്യാതെ അന്നേരം ആ വില കൊടുത്ത് മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് യാഗം നടത്തി പുരോഹിതൻ അത് വരുന്നത് കാണുമ്പോൾ ഇവൻ അറിയാം കൊള്ളാം, ഇത് ബെസ്റ്റ്, ദ ബെസ്റ്റ്, കൊണ്ടുപോവാ തന്നേര് ഞാൻ കഴിച്ചേക്കാം എന്ന് പറയും. വിമാചന യാഗം നടത്തി ആലയത്തിൽ പ്രകാരം അരശേക്കൽ വെള്ളി വാങ്ങിച്ച് എന്ത് ചെയ്യും? സിറ്റിസൺഷിപ്പ് ഉറപ്പാക്കി അവർ പോകുകയുള്ളൂ. നമ്മുടെ സബ്ജക്ട് ബേത്ലഹേം ടു മൗണ്ട് ഒലിവ് ആണെങ്കിലും ഞാൻ ഇവിടെ നമ്മളോടൊരു കാര്യം പറയാം. ഈ പൗരത്വം ഉറപ്പാക്കുന്ന കാര്യത്തിനകത്ത് ഉഴപ്പ് കാണിക്കൽ. ആകെ 4 പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. അവരുടെ മുഖം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പൗരത്വം ഉറപ്പാക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നാ ഞാൻ പറഞ്ഞേ. ഏത് പൗരത്വ? ആരും ഒന്നും മിണ്ടുന്നില്ല. ആരെ കൊണ്ടെന്ന് നോക്കിയിട്ട് എല്ലാം മറുപടി പറഞ്ഞവരുണ്ടെന്ന് അറിയാം. ഞാൻ തപ്പി നോക്കി. അത്യാവശ്യം എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും ഒന്നും ദുബൈയിൽ നിന്നും മറുപടിയില്ല, ഡൽഹിയിൽ നിന്നും മറുപടിയില്ല, നാട്ടിൽ നിന്നും മറുപടിയില്ല. ഏത് പൗരത്വത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നേ? ആധാർ പൊക്കി എന്തോ കേട്ടില്ല. ഉയരത്തിലുള്ളത്. വേറെ എന്തായിരുന്നു? ഉയരത്തിലുള്ളത്. അത് ഡൽഹിയിൽ നാം തോന്നുന്നല്ലോ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി വരുമെന്ന് നാം കാത്തിരിക്കും. അപ്പൊ നമ്മുടെ പൗരത്വം എവിടാ? സ്വർഗത്തിൽ. അത് അവിടെ പൗരത്വം ഉണ്ടെന്ന് ഉറപ്പാക്കിച്ചാണോ ഇരിക്കുന്നത്? സ്തോത്രം. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞു? ക്ലാസ് ആണെങ്കിൽ ഇത് പറയാതെ പോകാൻ ഒക്കത്തില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കിയോന്ന് ഞാൻ ചോദിച്ചേ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ രോഗസൗഖ്യം നടത്തിയത് കൊണ്ടും
ക്രൂസൈഡ് നടത്തിനകത്ത് സന്തോഷിക്കുകയും ചെയ്യരുത്. അതൊന്നുമല്ല വിഷയം. നിങ്ങൾ സന്തോഷിക്കാൻ ഒരു വകയുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അത്രേ സന്തോഷിപ്പി. കണ്ടോ? പേര് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. നമ്മൾ ഈ പലരും പറ്റുന്ന അബദ്ധം എന്തെന്നറിയാമോ? നമ്മൾ സാക്ഷിയൊക്കെ പറയും, ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സിൽ കർത്താവിനെ അറിഞ്ഞ് ഏറ്റെടുപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സമ്മതിച്ചു. 9ാമത്തെ വയസ്സിലോ 40ാമത്തെ വയസ്സിലോ ഒക്കെ കർത്താവ് രക്ഷിതാവ് ഏറ്റെടുത്തു, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്റെ ചോദ്യം, ഇപ്പോഴാ പേര് അവിടെ ഉണ്ടോ എന്നുള്ളത്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം ഇതുപോലെ അപകടം പിടിച്ചൊരു വാക്യം. വെളിപ്പാട് 20:15. ആ വാക്യം ഇങ്ങനെയാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളി. പക്ഷെ ആ പരിഭാഷയ്ക്കകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക്. അത് ചെറുന്ന് പറഞ്ഞാൽ പോരാ, ഒരു 1.5 മിസ്റ്റേക്കായി. അതങ്ങനല്ല ശരിക്കും. ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിടുമെന്ന്. കണ്ടോ? താങ്ക് യു. ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളുമെന്ന്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതന്നല്ല, ജീവപുസ്തകത്തിൽ ഇപ്പോൾ പേരെഴുതി കാണാത്ത. ആ ഇപ്പോൾ എന്നുള്ള പദത്തിലാ കുഴഞ്ഞു പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, 9ാമത്തെ വയസ്സിലോ 12ാമത്തെ വയസ്സിലോ 20ാമത്തെ വയസ്സിലോ 25ാമത്തെ വയസ്സിലോ 35ാമത്തെ വയസ്സിലോ 40ാമത്തെ വയസ്സിലോ ഒക്കെ പേര് പുസ്തകത്തിൽ എഴുതുള്ളൂ. ഞാൻ സമ്മതിച്ചു, 100% ഐ അഗ്രി വിത്ത് യു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ആ 9ാമത്തെ വയസ്സിലും 15ാം വയസ്സിലും എഴുതിയ പേര് ഇന്ന് അവിടെ ഉണ്ടോ എന്നുള്ളതാ എന്റെ ചോദ്യം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 32ാം അധ്യായത്തിന്റെ 32ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ല എങ്കിൽ നീ എഴുതെന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. കണ്ടോ? പുറപ്പാട് പുസ്തകം 32ാം അധ്യായം 32ാമത്തെ വാക്യം. അല്ല എങ്കിൽ നീ എഴുതിയതിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. അപ്പൊ ഒരിക്കൽ പേരെഴുതിയവന് അത് മായ്ക്കാനുള്ള റൈറ്റും ഉണ്ടെന്ന് നമ്മൾ അറിയണം. പേര് പുസ്തകത്തിൽ രക്ഷപ്പെട്ട് പിന്നെ തുള്ളിയും ചാടി അങ്ങ് പോയാൽ മതി എന്നാണ് നമ്മുടെ ചിന്ത. അല്ല, ഓരോ ദിവസവും ചെക്ക് ചെയ്യണം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സമ്മതിച്ചു. എന്റെ പേര് ജീവന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. കർത്താവേ, ഇന്ന് പകൽ ഞാൻ പോയ എന്റെ വഴി, നടപ്പ്, ജീവിത രീതി, ഇടപാട്, സംസർഗം, ജീവിതത്തിന്റെ ഏതെങ്കിലും ചര്യകൾ കൊണ്ട് പേര് മായ്ക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ച് ഉറപ്പാക്കിയിട്ട് കിടന്നുറങ്ങാവൂ. ആ ചിന്തയുണ്ടെങ്കിൽ ഉറങ്ങാൻ ഒക്കുകയല്ലോ, പിന്നല്ലേ. കണ്ടോ? യെസ്, താങ്ക് യു സോ മച്ച്. എങ്കിലും നീ ഓരോ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. കണ്ടോ? ഇപ്പൊ പേരെഴുതിയവരത് മായ്ക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഞാന് പുറകോട്ട് ഇറങ്ങി പോവല്ലേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ചെങ്കടൽ കടന്ന് അക്കരെ കയറിയ ഉടൻ തന്നെ മോശ അനൗൺസ് ചെയ്തൊരു കാര്യവും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും വീണ്ടെടുപ്പ് വില കൊടുത്ത് പേർ വഴി ചാർത്തണം. എന്ന് പറഞ്ഞാൽ പേര് പുസ്തകത്തിൽ ലിസ്റ്റിനകത്ത് ചേർക്കണം. ചെങ്കൽ കടന്ന ഉടനെയുള്ള മോശയുടെ അനൗൺസ്മെന്റ് ആണത്. 20 വയസ്സിന് മേൽ പ്രായമുള്ള മുഴുവൻ ആളുകളും അരശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടെടുപ്പ് വില കൊടുത്ത് പേർ വഴി ചാർത്തി ഈ യാത്രയിൽ ഉള്ളവരെല്ലാം പേര് പുസ്തകത്തിൽ ചേർക്കണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ചെങ്കടൽ കടന്ന് അക്കരെ കയറി കനാലിലേക്ക് യാത്ര ചെയ്യുന്നവൻ വീണ്ടെടുപ്പ് വില കൊടുത്ത് പേര് പുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പാക്കണം. അവനാ മന്ന ഉള്ളത്. മനസ്സിലായോ? ലിസ്റ്റിലും പേരില്ല, ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ പുറംവഴി കറങ്ങി നടക്കുന്നവനൊന്നും ഈ വിരിക്കപ്പെട്ട മേഘത്തിനകത്ത് അനുഭവിക്കുന്നതൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? യെസ്.
ദൈവം പൊഴിച്ചിടുന്ന വല്ലതൊക്കെ പെറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പേർ വഴി ചാർത്തി പേര് പുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പാക്കി മേഘത്തിന്റെ കീഴിൽ തന്നെ പാർക്കുന്നവർക്കേ അതുള്ളൂ. സ്തോത്രം. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ അരശേക്കൽ വെള്ളി കൊടുത്ത് സിറ്റിസൺഷിപ്പ്, പൗരത്വം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യലായ സംഭവമായതുകൊണ്ട് ആടിന് എത്ര വില പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ചെന്ന് ആടിനെ മേടിച്ചുകൊണ്ട് വന്ന് വേറെ കൈക്കൊണ്ട് കൊടുക്കും. ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇവന്മാർ പണത്തിനൊരു കയ്യും കണക്കും. ഓൾറെഡി ടാക്സ് വെട്ടിച്ചുണ്ടാക്കിയ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഇവന്മാർ നേടി. പോരെങ്കിൽ പാവപ്പെട്ട ദൈവമക്കൾ വഴിപാടിന് വരുമ്പോഴത്തേക്കിന് കൊണ്ടുവന്ന് ഒരാടിനെയും ഇവർക്ക് ബോധിക്കുക. എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു ഓനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി വിട്ടിട്ട് അവന്മാര് ഫാം നടത്തുന്നു കൊണ്ടു നിർത്തിയിരിക്കുന്ന ആടിന്റെ കച്ചവടം നടത്തി അതുകൊണ്ടാണ് ഈ വഴിപാടൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുരോഹിതന്മാർ കർത്താവിന്റെ ജനനത്തിന് മുൻപ് ഇവന്മാരെല്ലാം റെഡി ആയെങ്കിലേ കർത്താവിന്റെ ജനനം കൊണ്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാനൊക്കെ അതിനു വേണ്ടിയിട്ടാ. ഞാൻ കുറെ ചരിത്രം പറഞ്ഞു പോവുകയല്ല. കണ്ടോ? സ്തോത്രം. ഇവരെ ആ രൂപത്തിലൊക്കെ തമ്പുരാൻ ആക്കിയെടുത്ത് രംഗത്ത് കൊണ്ടുവരിക. ലക്ഷ്യമൊന്നേ ഉള്ളൂ, ക്രൂശീകരണം ഭംഗിയായി നടക്കാൻ ഇവന്മാരെല്ലാം ജനനത്തിന് മുമ്പ് തന്നെ കർത്താവ് രംഗത്ത് കൊണ്ടുവന്ന രംഗം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ അപ്ഹീവൻസ് എന്ന് പറഞ്ഞാൽ ആരാണത്? പൗരോഹിത്യ മുന്നേറ്റം, അല്ലെങ്കിൽ പുരോഹിതന്മാർ ഒരേ സമയം മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ അധികാരം നടത്തുകയും അപ്പോൾ തന്നെ രാഷ്ട്രീയമായ അധികാരങ്ങളുടെ കൈയാളിയതിനു ശേഷം ഇപ്പോഴും മതപരമായ അധികാരവും രാഷ്ട്രീയപരമായ അധികാരവും ഒരേപോലെ കൈകാര്യം ചെയ്തൊരു മഹാപുരുൻ ഇന്നും ലോകത്തുണ്ട്. ഏതാണെന്ന് എന്താണെന്നൊന്നും പറഞ്ഞ് ഞാൻ ആശയക്കുഴപ്പത്തിലും കൊണ്ടൊന്നുമില്ല. അങ്ങനെ ഇന്ന് നിലവിലുണ്ടെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടും. നോക്കണേ, രണ്ടാമത്തെ മുന്നേറ്റമാണ് സിനഗോഗുകൾ. സിനഗോഗിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ഞാനത് ബേൽഷസിന്റെ ശേഷം രാജ്യഭാരം കൈയേറ്റ ആൾ ആരായിരുന്നു? അത് കോരശ്. കോരശിന് ശേഷം ദാര്യാവേശ്. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ കോരശിന്റെ കാലത്ത്, പിന്നീട് ദാര്യാവേശിന്റെ കാലത്തുമൊക്കെ ഈ സിനഗോഗുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായി. നമുക്കറിയാം, കോരശിന്റെ കാലത്താണല്ലോ ആദ്യമായിട്ട് ഇവർ പോരുന്നത്. പോരുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പോകുമ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ഇവിടെ തന്നെ ഒരു കൂട്ടായ്മ നടത്തിക്കൂ എന്ന് പറഞ്ഞ് അവിടെ കൽദയ ദേശത്ത് തന്നെ ആരാധന നടത്താൻ, ഒരാത്മീയ കുടിവരവ് നടത്താൻ സൗകര്യം ഒരുക്കി കൊടുത്ത ഇടമാണേത് സിനഗോഗുകൾ. ദേവാലയമല്ല, എന്നാ ഒരു പള്ളി തന്നെയാണ്. യെരൂശലേം ദേവാലയം യഹൂദൻ പറഞ്ഞെങ്കിൽ യെരൂശലേം ദേവാലയം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിനഗോഗുകൾ, അതായത് ഏരിയ മീറ്റിംഗ് കൂടാൻ വേണ്ടി മാത്രം. ഏരിയ മീറ്റിംഗ്. ആ സിനഗോഗിൽ റാബായിമാരുണ്ട്. മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാ ശുശ്രൂഷയും നടത്തിയിരിക്കും. മിനിമം 10 പേർ. കൊച്ചിയിൽ ഇപ്പൊ 10 പേരില്ലെന്നാ കേട്ടെ, 8 പേരുള്ളൂ. അതുകൊണ്ട് മറ്റു ശുശ്രൂഷ ഒന്നും നടക്കുന്നില്ല. ഏതാനും വർഷം മുമ്പ് വരെ എല്ലാ ശുശ്രൂഷകളും ഭംഗിയായിട്ട് കൊച്ചിയിലെ സിനഗോഗിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ സിനഗോഗിലെ ആത്മീക ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നടന്നിരിക്കണം. എങ്ങനെയാണ് ആൾക്കാരെല്ലാം വരുന്നു? വന്നു കഴിയുമ്പോൾ അവര് സങ്കീർത്തനങ്ങൾ കൈയടിച്ച് പാടും. എന്താ പാടുന്നേ? സങ്കീർത്തനം അവര് പാടുന്നു. ഒന്നത് നല്ല സങ്കീർത്തനം തന്നെയാണല്ലോ പേര്. നല്ല കീർത്തനം എന്നല്ലേ ആ പുസ്തകത്തിന്റെ പേര് തന്നെ. നമ്മൾ വാസ്തവത്തിൽ ഇത് പാട്ടായിട്ടാ പാടണ്ടേ. പിന്നെ അത് നേരെ വായിച്ചിട്ട് തെറ്റിപ്പോലും ഈ പാട്ടും കൊണ്ടാക്കിയാൽ തീർന്നു. സ്തോത്രം. പക്ഷെ ചെയ്യേണ്ടത് പാട്ടായിട്ട് തന്നെയാണ്.
മനസ്സിലാകുന്നുണ്ടോ? സീസക്കാരൊക്കെ ചിലപ്പോ പാടും, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്കു നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തു ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. തൊട്ടാ സങ്കീർത്തനം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കണ്ടോ? ഇങ്ങനെ ഓരോ സങ്കീർത്തനം പാടാം. ഞാൻ പറഞ്ഞിട്ട് ഓരോ പാട്ടിന്റെ ചൂണ്ടിനകത്ത് എടുത്തിട്ടുണ്ട്, നാളെ മുതൽ വന്നേക്കരുത്. സ്വോത്രം. ഇപ്പൊ നമുക്ക് ഏത് ചൂടും പാടാവില്ല, അങ്ങനത്തെ ഗുണമുണ്ട്. ഇപ്പം കൺവെൻഷൻ ഓളം കിട്ടാൻ പാടുന്ന പാട്ടാണെന്നറിയോ? പാടിന്റെ കക്ഷി ബൈക്ക് ഇട്ടൊന്ന് മുമ്പിലോട്ട് വരും. അവനെ നിപ്പ് കണ്ട് തന്നെ അറിയാം, നിന്നെ കൊല്ലും ഞാനെന്ന് പറഞ്ഞ അവൻ നിൽക്കുന്നു. എന്നിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെ കൈ കാണിക്കും, അവരങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഈ പാട്ടുകാരിടയ്ക്ക് ഹേയ് ഒരു എന്നറിയോ, നാടൻ പാട്ട് കലാഭമണി പാടുന്ന പാട്ടിന്റെ ട്യൂണിലാണ് ഇപ്പം കൺവെൻഷനിൽ പാട്ട് പാടുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഓളം, ആൾക്കാരിരിക്കുക ഇങ്ങനെ, പോരട്ടെ ഇരിക്കുക. സ്വോത്രം. എനിക്കിത് പബ്ലിക്കിൽ പറയാൻ എവിടെങ്കിലും അവസരം കിട്ടിയാൽ അന്ന് എന്റെ ഡെഡ് ബോഡിയെ വീട്ടിൽ വരുമോ എന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞേച്ചേ പോലും. സ്വോത്രം. വകുപ്പ് തെറ്റി ഒറ്റ ഒരെണ്ണത്തെയും ആത്മീക വേദിയിൽ കയറ്റരുത്. സ്വോത്രം. മനസ്സിലാകുന്നോ? പിതാക്കന്മാർ ഇതിന്റെ വേര് ഈ ഭൂമിയിൽ ഉറപ്പിക്കാൻ, മലയാളത്തിൽ ഉറപ്പിക്കാൻ അവര് കഷ്ടപ്പെട്ട ചില്ലറ. ഞാൻ എപ്പോഴും പറയും, ഞാൻ നമ്മുടെ ചർച്ചയിലും പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ, അവര് സുവിശേഷ യോഗങ്ങൾ നടത്തുമ്പോൾ വേദിയിൽ കയറി നിന്ന് ഇത് താമ്പൂര് മാത്രമേ കൈ കാണുള്ളൂ, അല്ലേ? വെള്ളമുണ്ടും വെള്ള ജുബായി ഒരു രണ്ടാമുണ്ടൊക്കെ തോളലിട്ട് 3-4 അപ്പച്ചന്മാർ സ്റ്റേജിൽ നിന്നുകൊണ്ട് താമ്പൂര് പൊട്ടി പാടും, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. കണ്ടോ? കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോലുരുക്കണമേ. കണ്ടോ? ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ, നല്ലവണ്ണമതു ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. കണ്ടോ? സ്റ്റേജിൽ ഇവരത് നിന്നോട് ഇങ്ങനെ പാടുക. ഇതിനെ പാടുമ്പോ പന്തലിനകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി, ഗ്ലോറി. മനസ്സിലായോ? സ്വോത്രം. ഞാൻ ഈ പ്രായമുള്ള ആൾക്കാരുടെ കൂടെ നടന്നുകൊണ്ടായിരിക്കും എനിക്കും ആ ഒരു ശൈലി ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട കാര്യമാണ് പറഞ്ഞേ, സ്വോത്രാഴ്ച എടുക്കാമെന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാം വന്ന് ആദ്യമേ ഈ പാട്ടൊന്നും എല്ലാവരും വന്നു കഴിഞ്ഞിട്ടേ ഈ നാടൻ പാട്ടിന് രീതിയിലുള്ള പാട്ട് പാടുള്ളൂ. അപ്പൊ അതിന് കൊട്ടാനുള്ള പറ്റുന്ന സാധനം എല്ലാം വെച്ചുകൊണ്ട് നാടൻ പാട്ടിന് രീതിയില്ല. അപ്പൊ അതിനിടയ്ക്ക് ഈ അടിക്കുന്നു, ഹേ വെക്കുന്നു, അപ്പടി വെക്കുന്നു, ഇപ്പടി വെക്കുന്നു. ഇതൊക്കെ ഇതിനിടയ്ക്ക് ചെയ്യാവുന്ന കാര്യം വല്ലാണോ? ഞാൻ അവർക്ക് കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇവന്മാര് കാരണം ഞാൻ ഒന്നുകൂടെ ക്രൂശെ കണ്ടിട്ട് വരുമല്ലോ എന്ന് തോന്നി. നമ്മൾ പറഞ്ഞങ്ങ് വ്യാപരിക്കുക എന്നാ പറഞ്ഞു. വ്യാപരിക്കുക. ഇതിലെ വ്യാപരിച്ചു. സ്വോത്രം. ഒരാൾ സുവിശേഷം കേൾക്കാൻ, ദൈവശബ്ദം കേൾക്കാനുള്ള അവസരം നഷ്ടമാക്കരുത്. ഞാൻ ഇന്ന് പകൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി, തൃശ്ശൂര്. ആ ശുശ്രൂഷ നടത്താൻ എന്നെ വിളിച്ചവർ. ഞാൻ പോയി ആ ശുശ്രൂഷ നടത്തി. കത്തോലിക്കര് മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. വേറെ ആരും പ്രസംഗിച്ചില്ല, ഞാൻ മാത്രമേ പ്രസംഗിച്ചു. എന്റെ സന്തോഷം ഞാൻ പറയാം. ഭംഗിയായിട്ട് സുവിശേഷം ഞാൻ പറഞ്ഞു. എല്ലാവരും കേട്ടിരുന്നു. എല്ലാവരും കേട്ടിരുന്നു. കർത്താവിന്റെ ഒരെടുക്കപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ പകലൊരു ശുശ്രൂഷ നടത്തിയെന്ന് ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. സുവിശേഷം പറയാൻ, മറ്റവരുടെ ഉള്ളിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ കിട്ടുന്ന അവസരം അലങ്കോലമാക്കി കളയരുന്ന് പറയാനായിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സിനഗോഗിൽ സങ്കീർത്തനങ്ങൾ കൈ അടിച്ച് പാടും. കൈ അടിക്കുമ്പോൾ താളത്തിൽ എല്ലാവരും ഒരുപോലെ കൈ അടിക്കണം. മനസ്സിലാകുന്നുണ്ടോ?
വേണാട് എക്സ്പ്രസ് പോകുമ്പോൾ കേൾക്കുന്ന ഒച്ച പോലെ കയ്യടി ആകരുത്. ഒരാൾ ഒന്നടിച്ച്, രണ്ടാമത്തെ ആൾ പിന്നെ ഒന്നടിച്ചു, മൂന്നാമത്തെ ആൾ അത് കഴിഞ്ഞിട്ട് ഒന്നടിച്ചു. അങ്ങനല്ല, താളത്തിൽ ഒരുപോലെ എല്ലാവരും കൈയടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം. അതിനുശേഷം പ്രാർത്ഥിക്കും. സിനഗോഗിലെ കാര്യമായിരിക്കും പറയാനുള്ളത് 10 മണി വരെ. സ്തോത്രം. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞോളാമല്ലോ. അപ്പൊ സിനഗോഗിലെ ശുശ്രൂഷകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണമെന്നുള്ള ഞാൻ ഈ പറഞ്ഞത്. ഈ പ്രാർത്ഥിച്ചു, ആദ്യം പാട്ടുപാടി, അത് കൈയടിച്ച് പാടും, അതിനുശേഷം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ റാബായി ദൈവവചന ശുശ്രൂഷ നിൽക്കുകയാണ്. ഇനി പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തിരുവെഴുത്ത് തുറന്ന് വായിച്ചനന്തരം അതിന്റെ പൊരുൾ തിരിക്കാൻ തുടങ്ങുക. മനസ്സിലാകും? യഹൂദ റാവായിമാർ അത് ചെയ്യുന്നത്, ഇനി ഞാൻ പറഞ്ഞ കാര്യം കേട്ട് നിങ്ങളുടെ തല കറങ്ങൊന്നും ചെയ്യരുത്. യഹൂദ റാബായി ദൈവവചനം പൊരുൾ തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂർ. എത്ര മണിക്കൂറാ? 2.5 മണിക്കൂർ വചന ശുശ്രൂഷ. സ്തോത്രം. കണ്ടോ? ഒരു യഹൂദ റബായി സിനഗോഗിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ടൈമാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂർ. ഈ ജനം വരുന്നത് തന്നെ ഈ ഒരൊറ്റ കാര്യം പ്രതീക്ഷിച്ച. സ്തോത്രം. നമുക്ക് എല്ലാം കൂടെ 2.5 മണിക്കൂറേ ഉള്ളൂ. പാട്ടും പ്രാർത്ഥനയും സങ്കീർത്തനവും പ്രബോധനവും സാക്ഷ്യവും തിരുമേശയും പിന്നെ ഒരു വചന ശുശ്രൂഷയും എല്ലാം കൂടെ എങ്ങനെ 2.5 മണിക്കൂർ കൊണ്ട് 10 മണിക്ക് തുടങ്ങിയ 12:30 ആകുമ്പോൾ നമ്മൾ ആശീർവാദം പറഞ്ഞ് പോകും. സിനഗോഗിൽ വചന ശുശ്രൂഷയ്ക്ക് മാത്രം എടുക്കുന്നതാണ് 2.5 മണിക്കൂർ. ചിന്തിക്കാൻ പറ്റില്ല. ആ വചന ശുശ്രൂഷയിൽ പുരോഹിതനല്ല, യഹൂദ റാബായി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമാണ്. ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നിശ്ചയമായും തെളിയിച്ചാണ് വചനത്തിന്റെ പൊരുൾ തിരിക്കുന്നത്. അപ്പോഴെല്ലാം ഈ യഹൂദ റാബായി പറഞ്ഞൊരു കാര്യമുണ്ട്. റോമൻസ് ആണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട്, എന്നും ഞങ്ങൾക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്നൊരു സ്വസ്ഥത കിട്ടും. ഈ അമിതമായ ടാക്സും കൊടുത്ത് ചുങ്കവും പിരിച്ച് ഇവന്മാർക്ക് കീഴിൽ ഈ ജാതീയരായ അധികാരികളുടെ കീഴിൽ എന്നും ഞങ്ങളൊന്ന് സ്വതന്ത്രരാകും, എന്നും ഞങ്ങൾക്കൊരു വിടുതലുണ്ടാകും. ഈ ചിന്തയുമായിട്ട് നിൽക്കുമ്പോൾ വചനത്തിന്റെ പൊരുൾ തിരിക്കുന്ന യഹൂദ റാബായി, ഒരു രാജാവ് നീതിയോടെ വാഴും, ആ രാജാവ് വരുമ്പോൾ ഞാനും നിങ്ങളും അവന്റെ പ്രഭുക്കന്മാരാകും. ആ രാജാവ് ഭരിക്കുമ്പോൾ നമ്മൾ രാജ്യത്തെ ഭരിക്കും, നമ്മളായിരിക്കും അധികാരികൾ, നമ്മളായിരിക്കും റൂളേഴ്സ്. അന്ന് നമ്മുടെ കഷ്ടത തീരും, അന്ന് നമ്മുടെ നെടുവീർപ്പുകൾ മാറും, മഷിയെ നമ്മൾ നേരിട്ട് കാണും. നമ്മുടെ വാഗ്ദത്ത മഷിക താമസമില്ലാ വരും. മഷികയുടെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്നു. ആ മഷികയാണ് നമ്മുടെ യഥാർത്ഥ രാജാവ്. ആ മഷിക ദൈവപുത്രനായിരിക്കും. ആ ദൈവപുത്രനായ രാജാവ് വന്ന് ലോകത്തെ സമാധാനത്തിൽ കാക്കും. ഇതെല്ലാം പൊരുള് തിരിച്ച് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ വാഗ്ദത്ത മഷികയെ കാണാനുള്ള വെമ്പലിങ്ങനെ തുളുമ്പി നിൽക്കുകയാ. അതുകൊണ്ട് സമൂഹത്തിൽ ആരെയെങ്കിലും വ്യത്യസ്തരായി കണ്ടാൽ അന്നേരം ചോദിക്കും, നീ മശിഹായാണോ? വരുവാനുള്ള നീ തന്നെയാണോ? അതോ ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? വടതമ്പുരാൻ അറിയാം. സ്തോത്രം. ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പൊ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരാളെ കണ്ടാൽ അന്നേരം ഇവന് സംശയ.
ആളുടെ ഒറിജിൻ സാധാരണക്കാരുടെ വേഷമൊന്നും അല്ലാതെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരികി തോൽവാർ. ഭക്ഷണമാണെങ്കിൽ എൻജാല് ഡിഫറെന്റ്. വെട്ടുക്കിളിയും തേൻ. ചോദിച്ചു, വരാനുള്ളവൻ നീയാണോ? Are you the one whom we are looking for? Or shall we expect someone else? വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തിന് വേണ്ടി കാത്തിരിക്കണം? അന്നേ കാലത്ത് സമൂഹത്തിൽ മറ്റുള്ളവർ വ്യത്യസ്തനെ കണ്ടാൽ അന്നേരം ശ്രദ്ധിക്കും, മശിഹായാണോ മശിഹായാണോ എന്ന് അന്വേഷിക്കും. നമ്മളോ? നമുക്ക് പിന്നെ മശിഹ വരുന്ന ഒരു ചിന്തയേ ഇല്ലല്ലോ. സ്തോത്രം. നമുക്ക് ആ ചിന്തയല്ല. അയ്യോ മറ്റിടത്ത് പോവുകയാണെങ്കിൽ ഉടനെ പൊന്നെ അവിടുത്തെ ശുശ്രൂഷ, അയ്യോ എന്നാ തീയാന്നറിയാമോ. നമ്മുടെ യോഗം പോലും നമുക്ക് അവിടെ എന്തോന്ന് തീ, അവിടൊക്കെ ചെല്ലണം അങ്ങ് വ്യാപരിക്കല്ലേ. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവുക കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലും ദൂതുണ്ടായിരുന്നു. അവിടൊക്കെ ചെല്ലണം. പിന്നെ ഞാനും പോയി പ്രാപിച്ചതല്ലേ. എന്ത് കടഭാരമായിട്ടാ ഞാൻ ചെന്നേ. എന്റെ കടഭാരം മാറിയല്ലോ. നിങ്ങളുടെ വീടൊക്കെ പൊളിച്ചു പണിയാൻ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലുന്നേ. സ്തോത്രം. ആണ്ടെ മശിഹ വരുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആൾക്കാർ മശിഹ വരുന്നുണ്ടോ എന്നോട് നോക്കിയിരിക്കുക. ഇത് മശിഹ വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ 33 വർഷം വരെ ജീവിച്ച് ഒടുവിൽ തന്റെ പ്രാണൻ നൽകി രക്തം നൽകി വീണ്ടെടുത്ത് നിത്യതയെ കൊണ്ടുപോകാം ഒരുങ്ങിയിരുന്നു. ഞാൻ പോയി റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. ആ കൂട്ടരിരുന്നുകൊണ്ട് ഇവിടുത്തെ ഉള്ള ഏതാണ്ടല്ല കൂടെ വാരിക്കൂട്ടാവുള്ള വെപ്രാളത്തില്. മുമ്പെല്ലാം ഉയരത്തിലുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഉയരത്തിലുള്ളതൊന്നും വേണ്ട. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒന്നും വേണ്ട. ഇവിടെ വല്ലതും കിട്ടിച്ചല്ലേ പിന്നെ അവിടെ. സ്തോത്രം. ഞാൻ പറഞ്ഞു വല്ല നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു ഈർച്ച പോലെ തോന്നുന്നല്ലേ, ഒരു അസ്വസ്ഥത പോലെ. ആ സാരില്ല, ക്ലാസ് അല്ലേ, ശാല അസ്വസ്ഥത തോന്നിക്കോട്ടെ, നല്ലതാ. മനസ്സിലാവുന്നുണ്ട്? ശാലം ഹർട്ട് ചെയ്തെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. തിങ്സ് ദാറ്റ് ഹർട്ട്സ് ഇൻസ്ട്രക്ട് എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്. മുറിവെക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതാ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ ശാലം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ആഴ്ച ക്ലാസ്സിൽ എണ്ണം കുറയായിരിക്കും, എന്നാലും വേണ്ടില്ല, ഉള്ളവരെ അങ്ങ് കാണാമല്ലോ. സ്തോത്രം. എന്റെ ഏതൊരു ക്ലാസ്സിൽ ഈ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. ഞാൻ ഈ എന്താ പറയുക, കണ്ടക്ഷോഭം ചെയ്യുന്നൊന്നും വേറെ ഒന്നിനൊന്നുമല്ല. എനിക്ക് ഈ വിഷയം അറിയാവുന്നും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ സാറായിട്ടിരിക്കുന്നൊന്നും പറയാനായിട്ടൊന്നുമല്ല. ആരും ദയവായി കൈവിടപ്പെട്ടു പോകരുത്. മശിഹ വരാറായി പോണം, അത് പറയാൻ വേണ്ടി മാത്രം. സ്തോത്രം. മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ഈ വചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്ത് കേൾക്കുന്നവന്റെ ഉള്ളിൽ മശിഹയെ കാണാനുള്ള ആ വാഞ്ച ഇങ്ങനെ തുളുമ്പി നിൽക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വാഗ്ദത്ത നിവൃത്തി കാണാനായിട്ടാണോ താല്പര്യം, കർത്താവിനെ കാണാനായിട്ടാണോ? (2024) എനിക്ക് ആ വാഗ്ദത്തം പ്രാപിക്കണം. അല്ലാതെ 2024 കർത്താവ് വന്നാൽ മതി ആരെങ്കിലും പ്രാർത്ഥിക്കൂ? 23 കാണാതില്ല കർത്താവ്, 24 അങ്ങ് വരണേന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുവോ? ഇല്ലല്ലോ. അതറിയുന്നുണ്ടെങ്കിൽ ഈ യോഗം തീരുമെന്ന് നമ്മൾ പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും പൂക്കും നോക്കി ഇടത്തോട്ടും വലത്തോട്ടും നോക്കി പറഞ്ഞേച്ച് പിന്നെ പാസ് ഒരു കാര്യം കൂടെ പറയും, ആമേൻ കർത്താവായ യേശുവേ. ചിലര് വരണമേ എന്ന് പറയും, ചിലര് വേഗം വരണമെന്ന് പറയും, ചിലര് മിണ്ടാതെ ഇരിക്കും. കാരണം അതൊരു വിഷയമേ അല്ല. അത് വരുവോ വരാതിരിക്കുക അങ്ങനെയായിരിക്കും. ഇപ്പൊ തന്നെ 1 മണിക്ക് തന്റെ യോഗം 1:10 എന്നെ വിറയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് വേഗം ചെല്ലണം. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പം ആമേൻ കർത്താവ് വേഗം വരുവോ, അത് നമ്മളൊന്നും പറയണ്ട, കർത്താവ് സമയം പൊരിഞ്ഞു വന്നോളൂ. ഇതാ നമ്മുടെ മൂഡ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വചനത്തിന്റെ പൊരുൾ തിരിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇവന്റെ ഉള്ളിൽ അവരെ ഭരിക്കാൻ വരുന്ന, അവരെ രാജ്യം സ്ഥാപിക്കാൻ വരുന്ന വാഗ്ദത്ത മശിഹയെ കാണാനുള്ള വാഞ്ച കൊണ്ട് അവന്റെ ഹൃദയം അങ്ങനെ തുളുമ്പുകയാണ്. വചന ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവിനെ കാണാനുള്ള താല്പര്യം വർദ്ധിച്ചു വരണം. സ്തോത്രം. അതാണ് സിനഗോഗിൽ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? പിന്നെ ഒരു പ്രശ്നം,
ആ സിനഗോഗിൽ കൂടുന്ന അതാത് ആളുകൾ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. എവിടുന്നാ വരുന്നത്, ഏത് ഗോത്രത്തിലെ ആളാണ്, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, മക്കൾ എത്ര പേരുണ്ട്, അത് പ്രായപൂർത്തിയായവരെത്ര, പ്രായപൂർത്തിയാകാത്തവരെത്ര, അതെല്ലാം സിനഗോഗിൽ കണക്ക് കൊടുക്കും. സ്തോത്രം. അല്ല നമ്മുടെ ഇടപാട് പോലെ പറ്റുകയില്ല. മനസ്സിലായോ? ഫുൾ ഡീറ്റെയിൽസും സിനഗോഗിൽ കൊടുത്തേ പറ്റൂ. സ്തോത്രം. മനസ്സിലായി? ഞാൻ വിശ്വസിക്കും. ഞാൻ മുന്നോട്ട് നീങ്ങാണേ. രണ്ടാമതായിട്ട് നടന്ന സംഭവമാണ് എന്ത്? ഒന്നാമതായി പുരോഹിതന്മാരുടെ മുന്നേറ്റമാണെങ്കിൽ രണ്ടാമതായി ദേശത്തെല്ലാം സിനഗോഗുകളുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി. അത് പുതുനിയമ പഠനത്തിൽ ഈ അറിവ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യമാണ് ഫാരസീസ്, മലയാളത്തിൽ പരീശന്മാർ. ആരെ കയറി പരീശ എന്ന് വിളിച്ചേക്കരുത്. ഫാരസീസ്, പരീശ എന്ന വാക്കിന്റെ അർത്ഥം സെറ്റ് എപ്പാർട്ട്, വേർപെട്ടവൻ എന്നർത്ഥം. ഇല്ല ചുമ്മാ ചാടി കയറി അങ്ങനെ ഒരു പരീക്ഷ പറഞ്ഞേക്കരുത്. ഒരുപക്ഷെ സ്വഭാവം കണ്ട് അങ്ങനെ വിളിക്കാൻ തോന്നുമായിരിക്കും, എന്നാൽ അങ്ങനെ പറയരുത്. മനസ്സിലായല്ലോ? പരീക്ഷ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ, എല്ലാറ്റിനും വേർപാട് പാലിക്കുന്നവരാണ് പരീക്ഷ. ഇനി പക്ഷെ അവരുടെ കുഴപ്പം എന്താണെന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പരീശൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ, ഫാരസീസ്. ഇവരുടെ രംഗപ്രവേശനം ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് പറയാനുള്ള സമയമില്ല, ഞാൻ അതിന്റെ തുടക്കം മാത്രം ഒന്ന് പറയാം. നമ്മള് 10 പോയിന്റ് പഠിച്ചതിനകത്ത് അസീറിയൻസ് വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതും നശിപ്പിച്ച് എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പിന്നീട് അസീറിയൻസിന്റെ സർവ്വ ആധിപത്യത്തിൽ നിന്നും ഏതാണ്ട് ഈ പുതുനിയമ കാലഘട്ടമാകുമ്പോൾ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയ ശക്തികൾക്കെല്ലാം വിരുദ്ധമായി എഴുന്നേറ്റ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അത് മക്കാബിയൻസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. മക്കാബിയൻസ് ഇവർക്കെതിരായിട്ട് ശക്തമായി എഴുന്നേറ്റു. ആ സമയത്താണ് ആന്റിയോക്ക് എപ്പിഫാനസ് യെരൂശലേം ദേവാലയത്തിൽ കയറുകയും പന്നിയെ വെട്ടി പന്നിയുടെ ചോര ദേവാലയത്തിൽ ഒഴുക്കി ആലയം അശുദ്ധമാക്കുകയൊക്കെ ചെയ്ത രംഗം നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ ഈ പരീശന്മാർ എന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണം അതെന്തു പറയുന്നു അതൊരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന കൂട്ടരുടെ പേരാണ് പരീശന്മാർ. എന്തു പറഞ്ഞാലും അവർക്ക് ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ അവർ സമ്മതിക്കില്ല. ഈ ന്യായപ്രമാണത്തിന്റെ കാവലാൽ അവരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു കൂട്ടരാണ് പരീശന്മാർ. മക്കാബിയൻസിന്റെ കാലത്ത് അത് ഉണ്ടാകും. ഞാനത് പിന്നീട് പറഞ്ഞോളാം. മക്കാബിയൻസിന്റെ കാര്യങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നീട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ച് വരുമ്പോൾ ഇടയ്ക്ക് നമുക്കത് പറഞ്ഞിട്ട് വരും, അപ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് മാത്രം ഒന്ന് ക്യാച്ച് ചെയ്താൽ മതിയാവുമേ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പറയാൻ പോയാൽ ഒക്കെ തെളിതുകൊണ്ട്. ഓക്കെ, അപ്പൊ തിരുവെഴുത്ത് എന്തു പറയുന്നുവോ അതിനൊരു മാറ്റവും വരുത്താതെ, വരുത്താതെ അണുവിട വ്യത്യാസമില്ലാതെ കൃത്യമായി പാലിക്കുന്ന കൂട്ടർ ന്യായപ്രമാണത്തിന്റെ കാവൽക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പിന്നീട് മുന്നോട്ട് നീങ്ങി കർത്താവിന്റെ കാലമായപ്പോഴത്തേക്ക് ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമായി. ഇവന്മാരൊരു തലവേദനയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. അത്ര ഒരു ഹെഡേക്ക് ഉണ്ടാക്കുന്ന ഗ്രൂപ്പായിട്ട് ഇവർ മാറി. അതിന് കാരണം ഈ പുതിയ നിയമത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവത്തിലെ ചില നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം, കാലാനുസൃതമായ മാറ്റം. ചിലത് മാറ്റാൻ പാടില്ല, ചിലത് മാറ്റിയേ പറ്റൂ. അപ്പോൾ ഏത് നിയമം എവിടെ മാറ്റണം, എങ്ങനെ മാറ്റണം, അവിടെ ഏതാണ് പിന്നീട് അപ്ലൈ ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാതെ എന്തു പറഞ്ഞിരിക്കുന്നത് അതേപടി പാലിച്ച് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന്
കഠിനമായി എന്താ പറയാ നിർബന്ധം പിടിക്കുന്ന ഒരു കൂട്ടരാണ്. പക്ഷെ കുഴപ്പം എന്നറിയാമോ, ഇവരുടെ പഠിപ്പിക്കലൊക്കെ നല്ലതായിരുന്നെങ്കിലും ജീവിതവും വ്യാഖ്യാനവും തമ്മിൽ ഒരു പുലബന്ധമില്ലാതായി. മനസ്സിലാക്കുന്നുണ്ടോ? ഭയങ്കര അണുവിടെ വ്യത്യാസമില്ലാതെ വചനം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ. പക്ഷെ ജീവിതത്തിലും അതില്ല, അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനകത്തും അതില്ല. അങ്ങനത്തെ സ്ഥിതി ഉണ്ടാകരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരീശന്മാരുടെ കാര്യം പറയുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പെരുവഴിയിലും തെരുക്കോൾ എന്ന് പ്രാർത്ഥിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്ന് കർത്താവ് അവരെ കുറിച്ച് പറയാൻ കാരണം. ലൂക്കോസ് ശേഷം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പരീശന്മാരുടെ പുളിച്ചമാവായ കപട ഭക്തി സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് കാണും. കണ്ടോ? കപട ഭക്തി. പരീശന്മാരുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം വലിയ വിഷയമായി. സമയം കഴിഞ്ഞു ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ പോയിന്റാണ് ഞാനിപ്പോ പറഞ്ഞു നിർത്തിയത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പുരോഹിതന്മാർ, പ്രീസ്ലി അപ്ഹീവൻസിനെ കുറിച്ച് പറഞ്ഞു. 2 സിനഗോഗുകളെ കുറിച്ച് പറഞ്ഞു. 3 പരീശന്മാർ. ബാക്കി ഉള്ള കാര്യം ഞാൻ പറഞ്ഞുകൊള്ളാം. നമുക്കിനി സദൂക്കിനെ കുറിച്ച് പഠിക്കണം, സ്ക്രൈബ്സിനെ കുറിച്ച് പഠിക്കണം, അവരുടെ രീതികൾ എല്ലാം നമ്മൾ പഠിച്ചേ ഒക്കുള്ളൂ. അത് പഠിച്ചിട്ട് മാത്രമേ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ 3 പോയിന്റ് ഓടിച്ചു പറയാതെ വളരെ സ്ലോവിൽ വിശദീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പഠിച്ചെങ്കിൽ ഒക്കൂ. ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച നമുക്ക് ഇതിനെ തുറന്നുള്ള വേദഭാഗങ്ങൾ പഠിക്കണം. തിങ്കളാഴ്ച ഒരുപക്ഷെ ഞാൻ ഈ 3 പോയിന്റ് അവിടെ നിർത്തിയിട്ട് ക്രിസ്മസ് ദിനമായതുകൊണ്ട് യേശുക്രിസ്തു ജനനം എങ്ങനെയായിരുന്നു എന്ന് പറയാം എന്ന് ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെങ്കിൽ 2 ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് അവിടെ വരുന്നതെങ്കിലും ആ ദിവസത്തിന്റെ പ്രത്യേകത ഓർത്തുകൊണ്ടും നമ്മളാരും ഇതിന്റെ പുറകെ പോയി ചടങ്ങുണ്ടാകാതിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടും കർത്താവിന്റെ ജനനം സംബന്ധിച്ച ഡീറ്റെയിൽസ് ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.